ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ആര്യവർക്കിന്റെ ഫ്രീ ക്ലാസ്സിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ആര്യവർക്കിന്റെ ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ എന്തൊക്കെ മെറ്റീരിയൽ ആണ് വേണ്ടത് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അതിന് മുന്നേ എംബ്രോയിഡറി വർക്കിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ആര്യവർക്ക് ചെയ്യുക. അതായത് ഒരു പെണ്ണ് പോലത്തെ ഈ നീഡിലാണ്. ആ ഒരു നീഡിലോട് ഇങ്ങനെ കുത്തി എടുത്തിട്ടാണ് അടിയിൽ നിന്ന് ത്രെഡ് വലിച്ച് കുത്തി ത്രെഡ് എടുക്കുക ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് ബീഡ്സ്, ഷുഗർ ബീഡ്, കട്ട് ബീഡ്, അതുപോലെ സെർദോസി, അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ നമുക്ക് ഈ ഒരു ആര്യ നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആര്യ വർക്കിലൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കുക. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ ഒരു ബ്രൈഡൽ ബ്ലൗസ്, അതുപോലെ അങ്ങനെയുള്ള ഇതൊക്കെ നന്നായിട്ട് ട്രെൻഡിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബ്രൈഡൽ ബ്ലൗസിന്റെ ഒക്കെ വർക്ക് നമ്മൾ ഈ ഒരു ആര്യ വർക്കിലൂടെയാണ് നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് സാധാ സൂചി നൂലും വെച്ച് തുന്നിയെടുക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ആര്യ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടായിരിക്കും, എങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് 2-3 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ ആണ് ആര്യവർക്കിന് വേണ്ടത് എന്ന് നോക്കാം. ഇതാണ് സാരി ത്രെഡ്. ഓക്കെ, ഈ സാരി ത്രെഡ് മാത്രം വെച്ചിട്ടല്ല നമ്മൾ ആര്യവർക്ക് ചെയ്യുക. നമ്മുടെ സാധാ മെഷീൻ ത്രെഡ്, സിൽക്ക് ത്രെഡ്, അതുപോലെ ടാങ്കീസ്, അതായത് കങ്കൂസ് നൂല് എന്നും പറയും, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആര്യവർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ ഇതാണ് സാരി ത്രെഡ്. ഓക്കെ, ഇത് എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡാണ്. നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ വരുന്നത് ഷുഗർ ബീഡിന്റെ സീക്വൻസിന്റെ വർക്കാണ് നമുക്ക് വരുന്നത്. 4 ക്ലാസ് ആണ് ഫ്രീ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതില് 2 ക്ലാസ്, ഒന്ന് സീക്വൻസ് വർക്കും അതുപോലെ ഒന്ന് ഷുഗർ ബീഡിന്റെ വർക്കും ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഷുഗർ ബീഡ് എന്ന് പറയുന്നത് വളരെ ചെറുത് തന്നെയാണ്, ഹോളുള്ള ചെറിയ ബീഡിനെയാണ് ഷുഗർ ബീഡ് എന്ന് പറയുന്നത്. ഈ ഷുഗർ ബീഡ് തന്നെ പല സൈസിലും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ബീഡ് തന്നെ നോക്കി വാങ്ങണേ. ഇതാണ് ഷുഗർ ബീഡ്. ഓക്കെ, സീക്വൻസ് ചെറുതും വലുതും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടത് ആ ഒരു രീതിക്ക് വാങ്ങാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നീഡിലാണ്. നീഡിൽ നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള, ഈ ഒരു സൈഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള നീഡിലിനെ നമ്മൾ തുലിപ്പ് നീഡിൽ എന്നാണ് പറയാ. അതല്ലാതെ റൗണ്ട് ആയിട്ട് വരുന്നതിനെ അയൺ നീഡിൽ എന്നാണ് പറയാ. ഓക്കെ, നീഡിലിന്റെ പല ടൈപ്പ് ഉണ്ട്. അതാണ് ഇത് തുലിപ്പ് നീഡിലും ഇത് അയൺ നീഡിലാണ്. അയൺ നീഡിൽ നമ്പർ ഉണ്ടായിരിക്കില്ല, തുലിപ്പ് നീഡിലിന് നമ്പർ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡില് 14.05 ആണ്. ഓക്കെ, പിന്നെ ഇത് രണ്ടും നമ്മൾ കൂടുതൽ ഷുഗർ ബീഡും ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീഡിലാണിത്. ആര്യവർക്കിൽ തന്നെ ഒരുപാട് കട്ട് ബീഡ്, ഷുഗർ ബീഡ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റിയ നീഡിലാണ്. പിന്നെ ഇത് 14.05 തന്നെയാണ്. ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടാണ്, പൈപ്പിംഗ് ത്രെഡ് ചുറ്റി എടുത്തിട്ടാണ്. കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ ഇങ്ങനെ നൈസായിട്ടുള്ള തുണിയോ അല്ലെങ്കിൽ പിന്നെ പൈപ്പിംഗ് ത്രെഡോ ചുറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ആയ സ്ഥലം പിടിച്ചിട്ട് ചെയ്യുന്നേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഭാഗം പിടിച്ചിട്ട് ചെയ്യാൻ പറ്റും, ആരി വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് വേണ്ട വേറൊരു നീഡിലാണ് 24. അത് ഞാനൊരു പെന്നിന്റെ ഉള്ളിലാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു 24ഉം 14.05ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് ഈ ഒരു ഭാഗം, ഈ ഒരു നീഡിന്റെ ഈ ഒരു മുനയുടെ ഭാഗം തിക്കായിരിക്കും, ഇത് വളരെ തിന്നായിരിക്കും. ഓക്കെ, നമുക്ക് നേരിൽ കണ്ടാൽ മനസ്സിലാകും. ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, അപ്പോ ചില ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു 40 ഇങ്ങനെ ഇടാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നീഡിലാണ് 24. അപ്പോൾ നിങ്ങൾക്ക് ഇതും വാങ്ങി വെക്കണം, നല്ലതാണ്. പിന്നെ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് ചുറ്റിയണം എന്ന് ഒരു നിർബന്ധമില്ല. ഇതുപോലെ പെന്നിന്റെ ഉള്ളിൽ ഇട്ടാലും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും, പിടിച്ചിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് റിംഗ് ആണ്. ഇതാണ് റിംഗ്. ഇത് 6 ഇഞ്ചിന്റെ റിംഗ് ആണ്. പല ഇഞ്ചിലും അവൈലബിൾ ആണ്. 6, 7, 8, 9 ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് ആ ഒരു രീതിയിലുള്ള റിംഗ് വാങ്ങാം. 6 or 7